വാവള്ളി വരപൂജ്യം. വാവള്ളി വരപൂജ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ആകാശം തുറന്നു വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ആർത്ത് പിടിച്ചു പെയ്യുന്ന ഒരു മഴ. രണ്ട്, കസേര മാറിയപ്പോൾ കളി മാറിയ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കിടിലൻ സ്റ്റേറ്റ്മെന്റുകൾ. വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. ഈ വാർക്ക കെട്ടിടത്തിലേക്ക് ഇരുന്നുകൊണ്ട് പുറത്ത് പെയ്യുന്ന മഴ കണ്ട് ആസ്വദിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു സുഖമല്ല ഈ ഓടിട്ട വീട്ടിൽ കിടന്നുറങ്ങുന്നവന് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം എത്ര പേർക്ക് മനസ്സിലാകുമെന്നൊന്നും എനിക്ക് അറിയില്ല, എങ്കിലും ഒന്ന് കേട്ടിട്ട് പോകൂ. ഒന്നും അല്ലേലും നമ്മളൊക്കെ ഈ കൊച്ചു കേരളത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കുന്നവരല്ലേ. ഓർത്ത് വെക്കുന്നില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പരസ്പരം നോക്കി കടന്നു പോയിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് മാത്രം ഇതൊന്ന് കേൾക്കൂ. നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണിത്, അതുകൊണ്ട് കേൾക്കണം. ഒന്നുമല്ലേലും ഈ വെള്ളമൊക്കെ കയറി ഇങ്ങനെ ദുരിതം അനുഭവിക്കുമ്പോൾ പരസ്പരം കൈപിടിച്ച് കയറ്റാൻ നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഞാൻ അല്പം ഇമോഷണൽ ആവുന്നത്. സോറി, കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഒഴുക്കിനങ്ങ് പോയതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഈ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന. ഇനി ഇതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ നേരെ ഗൂഗിളിലോട്ട് വിട്ടു. ഇനി ഇത് അറിയാവുന്ന ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലും മതി കേട്ടോ. എന്തായാലും ഇതിപ്പോൾ എടുത്തിട്ടത് ഞാനാണല്ലോ, അതുകൊണ്ട് തന്നെ അർത്ഥം പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തം എന്നിൽ നിക്ഷിപ്തമാണല്ലോ. അർത്ഥം ഇതാണ്: ഒരാൾ കഠിനമായ ദുഃഖമോ ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവിക്കുമ്പോൾ സഹായിക്കേണ്ട മറ്റൊരു വ്യക്തി യാതൊരു കൂസലുമില്ലാതെ സന്തോഷം പങ്കിടുന്ന സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പ്രശസ്തമായ മലയാളം പഴഞ്ചൊല്ലാണ്. നിങ്ങൾക്ക് ആരെയോ ഓർമ്മ വരുന്നില്ലേ? എനിക്ക് ചിലരെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇനി അഥവാ സംഗതി കത്തിയില്ലെങ്കിൽ പറഞ്ഞു തരാം, കേട്ടോണേ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രി VD സതീശൻ. ഈ നാട് ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആ മനുഷ്യൻ പൊന്നാനിയിൽ വിരുന്നിൽ പങ്കെടുത്തിരിക്കുന്നു. അതിനെതിരെ കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും വന്നിരുന്നു കേട്ടോ. മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റിന്റെ വീട്ടിൽ, അതായത് പൊന്നാനിയിലെ വീട്ടിലായിരുന്നു മുഖ്യമന്ത്രി ഉച്ചഭക്ഷണത്തിനായി എത്തിയത്. അദ്ദേഹം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതും. പ്രളയസമാന സാഹചര്യത്തിൽ കൂടി സംസ്ഥാനം ഇങ്ങനെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയതിനെ കടുത്ത രീതിയിലാണ് കടൽക്ഷോഭം നേരിടുന്ന മലപ്പുറം വെളിയംകോട് നിവാസികൾ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചത്. ദുരന്ത നിവാരണ അതോറിറ്റി തലവനായ മുഖ്യമന്ത്രി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ടയാളാണ്. എന്നാൽ ഇത്രയും പ്രശ്നബാധിതമായ ജില്ലയിൽ തന്നെയാണ് അദ്ദേഹം പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ സ്വകാര്യ സന്ദർശനം നടത്തിയതെന്നും ഇവർ വിമർശിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പട്ടിണി കിടക്കണമെന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത്? യെസ്, അതൊരു വലിയ ചോദ്യമാണ്. മുതിർന്ന നേതാവ് C ഹരിദാസിനെ സന്ദർശിക്കാനാണ് അദ്ദേഹം എത്തിയത്. അതിന്റെ ഭാഗമായി യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹിയുടെ വീട്ടിൽ വെച്ച് ഉച്ചഭക്ഷണം കഴിക്കുകയാണ് ഉണ്ടായത്. ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് അനൗചിത്യമാകുന്നത്? യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണിത് എന്നൊക്കെയാണ് പൊന്നാനി MLA KP നൗഷാദ് അലി വിഷയത്തോട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയെയും വിരുന്നിൽ പങ്കെടുത്തതിനെയും ഒക്കെ ന്യായീകരിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരനും രംഗത്ത് വന്നിരുന്നു. വിമർശനങ്ങൾക്ക് പിന്നിൽ വിഷയദാരിദ്ര്യമാണെന്ന് മന്ത്രി വിമർശിച്ചു. പിണറായി വിജയൻ ഭക്ഷണം കഴിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. നോട്ട് ദ പോയിന്റ് ചാക്കോ. ഇനി വിരുന്നിന് പോയ വ്യക്തിയുടെ പ്രതികരണം കേൾക്കണ്ടേ? ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭക്ഷണം കഴിക്കണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല സാർ. ഇതുപോലെ ദുരിതപൂർണമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വിരുന്നിന് പോയി എന്നൊക്കെ പറഞ്ഞ എന്നാ പറയാനാ? ഇവിടെ മനുഷ്യര് വീട്ടിലും വെള്ളം കയറി ക്യാമ്പിൽ തീരുന്നിരിക്കുമ്പോഴാണ് ഇമാതിരി പരിപാടി. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കൊട്ട ന്യായീകരണം. അതിനിടയ്ക്ക് സംസ്ഥാനത്തെ അതിരൂക്ഷമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി VD സതീശൻ നിറവേറ്റണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ആരാ ഈ പറയുന്നേ? അരക്ഷിതാവസ്ഥയിലുള്ള ജനങ്ങൾ പ്രതീക്ഷ വെക്കുന്നത് സംസ്ഥാന സർക്കാരിലും മുഖ്യമന്ത്രിയിലുമാണെന്നാണ് CPIM പറയുന്നത്. ഉവ്വോ, അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ബോധം കുറച്ചെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഭരണം പോകുമായിരുന്നോ? എന്തൊക്കെയായിരുന്നു, എന്തൊരു നെകളിപ്പായിരുന്നു. ജനങ്ങളുടെ കാര്യത്തിലൊക്കെ എന്തൊരു കരുതലാണ്. ഉയ്യോ, ഈ പറഞ്ഞവരൊക്കെ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതല്ലേ. ഒരു ഹെലികോപ്റ്റർ അല്ലേ ആ പോണത്? എന്തോ അത്യാവശ്യ കാര്യത്തിന് പോണതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ അല്ലേ?
തൊടുന്നതെല്ലാം വിവാദമായിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. വിരുന്നും ഹെലികോപ്റ്ററും ഒക്കെ കൂടിയായി നല്ല സുഖ. അതിനിടയ്ക്ക് ഒരശരീരിയൊക്കെ കേട്ടായിരുന്നു കേട്ടോ. പഴയ മുഖ്യമന്ത്രി ആയിരുന്നേൽ ഒന്ന് പയ്യെ തള്ളടേ. കേൾക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ? എല്ലാം കണക്കാ. ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്തുള്ളവരെ കുറ്റം പറയും, അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്തുള്ളവരെ കുറ്റം പറയും. എന്താല്ലേ, ഒരു കഴിവല്ലേ അല്ലേ? അതൊരു കഴിവാട്ടോ. ഒരു വശത്ത് മനുഷ്യർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുക. ദുരിതപ്പെയ്ത്ത് ഇങ്ങനെ തോരാതെ നിൽക്കുന്നു. അവധി കിട്ടാൻ പിള്ളേർ വാർത്തയും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് പോട്ടെ, പഠിക്കുന്ന കാലത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പിള്ളേർ പറയുമായിരിക്കും അല്ലേ, എന്നാ കൂടുതൽ പറയണ്ട. എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ആ വിഷയം വിട്ടു. നമ്മൾ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയെ കുറിച്ചല്ലയോ? അത് തന്നെ. എന്തൊക്കെയായിരുന്നു ആ പറഞ്ഞിട്ട് തന്നെ കാര്യം? നമുക്ക് പൂക്കീനെയല്ലേ വേണ്ടത്, ആരോട് പറയാനായി? ഇനി വാവള്ളി വരപൂജ്യത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.